everyone, good morning to all. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് LSSന്റെ ഒന്നാമത്തെ യൂണിറ്റായ ഓർഗാനിസം ആൻഡ് സറൗണ്ടിങ്സ് എന്ന പാഠഭാഗമാണ്. എല്ലാവർക്കും EVS ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം EVS വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ? EVS വളരെ എളുപ്പവുമാണ്, വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതുമായ ഒരു വിഷയമാണ് അല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും EVS പഠിക്കാൻ തയ്യാറായല്ലേ ഇരിക്കുന്നത്? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കടങ്കഥ ആയാലോ? ഞാനൊരു കടങ്കഥ ചോദിക്കട്ടെ നിങ്ങളോട്? എത്ര പേർക്ക് ഉത്തരം പറയാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരമ്മ പെറ്റതെല്ലാം നീന്തി നീന്തി എന്തായിരിക്കാം? പറയാമോ? അതെ, എന്താണ്? മീനാണ് അല്ലേ? നമ്മളെപ്പോഴും കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന കുറേ കടങ്കഥകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിലൊരു കടങ്കഥയാണ്, നല്ലൊരു കടങ്കഥയാണ് അല്ലേ? എന്താണ്? ഒരമ്മ പെറ്റതെല്ലാം നീന്തി നീന്തി. എന്താണ് അതിന്റെ ഉത്തരം? മീനാണ്. നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പാർട്സ് ഓഫ് എ ഫിഷ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മീനിന്റെ ഭാഗങ്ങൾ. മീനിന് എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത്? മീനിന് കണ്ണുണ്ട്, പിന്നെയോ വായുണ്ട്, പിന്നെ വശങ്ങളിലായി ചിറകുകളുണ്ട് അല്ലെ? മേൽച്ചിറകുകളുണ്ട്, കീഴ്ച്ചിറകുകളുണ്ട്, പിന്നെയോ വാലുണ്ട് അല്ലെ? വാലുണ്ട്. ഇനി നമുക്ക് നോക്കാം മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കറിയാമോ മത്സ്യങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? അതെ, വെള്ളത്തിലാണ് ജീവിക്കുന്നത് അല്ലെ? വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ എങ്ങനെയാണ് ശ്വസിക്കുന്നത്? നമ്മൾ ശ്വസിക്കുന്നത് എങ്ങനെയാണ്? മൂക്ക് ഉപയോഗിച്ചാണ് അല്ലെ? നമ്മുടെ മൂക്കിലൂടെയാണ് ശ്വസിക്കുന്നത്. എന്നാൽ മത്സ്യങ്ങളോ? മത്സ്യങ്ങൾ എവിടെയാ? വെള്ളത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പൊ മത്സ്യങ്ങൾക്ക് എങ്ങനെയാണ് ശ്വസിക്കാനാവുക? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് തന്നെ, മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് അവയുടെ ചെകിള പൂക്കൾ ഉപയോഗിച്ചാണ്, അതായത് ഗിൽസ് ഉപയോഗിച്ച് അല്ലെ? എന്താണ്? ചെകിള പൂക്കൾ, ഗിൽസ് ഉപയോഗിച്ചാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. നമുക്ക് നോക്കാം ഒന്നാമത്തെ പോയിന്റ്സ്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട LSSന് സ്ഥിരമായി ചോദിക്കുന്ന കുറെ പോയിന്റ്സുകളുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് ശകുലങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പറഞ്ഞല്ലേ? മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് ശകുലങ്ങൾ ഉപയോഗിച്ചാണ്. The fish breathe through its gills. എന്താണ്? The fish breathe through its gills. ഇനി നമ്മൾ പറഞ്ഞു മത്സ്യങ്ങൾ വെള്ളത്തിലാണ് ശ്വസിക്കുന്നത്, വെള്ളത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. മത്സ്യങ്ങൾ മാത്രമാണോ വെള്ളത്തിൽ ജീവിക്കുന്നത്? അല്ല അല്ലെ? ഒരുപാട് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. ആരൊക്കെയാണ്? അതെ, ആമയുണ്ട്, മുതലയുണ്ട്, പിന്നെയോ തവളയുണ്ട്, പിന്നെയോ അതെ, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് തവളയും വെള്ളത്തിലല്ലേ ജീവിക്കുന്നത്? വെള്ളത്തിൽ മാത്രമല്ല അല്ലെ? തവളയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. തവളയുടെ പ്രത്യേകത എന്താണ്? തവള വെള്ളത്തിലായിരിക്കുമ്പോൾ അതിന്റെ ത്വക്കിലൂടെയാണ് ശ്വസിക്കുന്നത്. എങ്ങനെയാണ്? അതിന്റെ ത്വക്കിലൂടെയാണ് ശ്വസിക്കുന്നത്. എന്നാൽ കരയിലായിരിക്കുമ്പോൾ അതിന്റെ നോസ്ട്രിൽ ഉപയോഗിച്ചാണ് അത് ശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവാസ വ്യവസ്ഥ. എന്താണ് ആവാസ വ്യവസ്ഥ? എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് പറയാമോ? നിങ്ങൾ കേട്ടിട്ടില്ലേ ആവാസ വ്യവസ്ഥ? നമ്മൾ EVS പഠിക്കുമ്പോൾ അതിലൊരു പ്രധാന ഭാഗമാണ് ആവാസ വ്യവസ്ഥ. പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താണ് ജീവിയവും അജീവിയവും എന്ന് പറയുന്നത്? ജീവനുള്ളവയാണ് ജീവിയം. അജീവിയം എന്ന് പറഞ്ഞാലോ ജീവനില്ലാത്തത് അല്ലെ? ഇപ്പൊ ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഉൾപ്പെടുന്നത് അവ പരസ്പരം ആശ്രയിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു കുളത്തില് ജീവനുള്ളവയും ഉണ്ടാവും, ജീവനില്ലാത്തവയും ഉണ്ടാവും അല്ലെ? നമുക്കൊരു കുളത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അവിടെ എന്തൊക്കെയാണുള്ളത്? കുളത്തിന്റെ സമീപത്ത് മരങ്ങൾ ഉണ്ടാവാം, പിന്നെയോ കുളത്തിലാണെങ്കിൽ പായലുകൾ ഉണ്ടാവാം, ജലസസ്യങ്ങൾ ഉണ്ടാവാം, പിന്നെയോ മീനുകൾ ഉണ്ടാവാം, കൊക്ക് വരാറുണ്ട് അല്ലെ? മീനെയൊക്കെ പിടിക്കാനായിട്ട് കൊക്ക് വരാറുണ്ട്. അങ്ങനെ ഒരുപാട്
ജീവജാലങ്ങൾ, അതിൽ ജീവനുള്ളവയും ഉണ്ടാവും. ഇപ്പൊ വെള്ളം, കുളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം അല്ലെ. വെള്ളവും പിന്നെ ഇതുപോലെ സൈഡിൽ പാറ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ മണ്ണുണ്ടാവും അല്ലെ. മണ്ണൊക്കെ വെള്ളത്തിന്റെ പരിസരത്ത് നമ്മൾ കാണാറില്ലേ, മണ്ണൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മണ്ണ്, വെള്ളം, കല്ല് എന്നൊക്കെ പറയുന്നത് അജീവിയ ഘടകങ്ങളാണ്. ഇനി നമ്മൾ അതിലെ മീനുകള് അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളൊക്കെ ഇല്ലേ, മീനുകള്, പിന്നെന്താണ്, വേറെ ആരൊക്കെയാ, വേറെ ജീവികളൊക്കെ ഉണ്ടാവുമല്ലോ. ഏതൊക്കെയാണ്? അതെ, വേറെ നമ്മുടെ എന്തൊക്കെയാണുള്ളത്? ജീവികളായിട്ടുള്ള മീനുകൾ ഉണ്ടാവും. കൊക്ക് വരും അല്ലെ, മീനിനെ പിടിക്കാനായിട്ട് കൊക്ക് വരാറുണ്ട്. അപ്പൊ അവയൊക്കെ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പൊ മീനുകളെ ഭക്ഷിക്കാനായിട്ട് നമ്മുടെ കൊക്കുകൾ വരാറുണ്ട്. അപ്പൊ കൊക്കുകള് മീനെ ഭക്ഷണമാക്കി അവ പരസ്പരം എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. ഇനി മീനുകൾക്ക് ജീവിക്കാനായിട്ട് വെള്ളം വേണം. അപ്പൊ വെള്ളം മീനിനെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ മീൻ വെള്ളത്തെ ആശ്രയിക്കുന്നു. അങ്ങനെ പരസ്പരം ആശ്രയിക്കുന്നതാണ് ആവാസ വ്യവസ്ഥ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. പരസ്പരം ആശ്രയിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ. മനസ്സിലായോ? നമുക്ക് ഒന്നുകൂടെ പറയാം. ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് മ്യൂച്വലി ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഇൻ ആൻ എക്കോസിസ്റ്റം. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് മീനിനെ കുറിച്ചാണ് അല്ലെ, മീനിന്റെ ഭാഗങ്ങളെ കുറിച്ചാണ്. മീനിന് എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. മീനിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. കണ്ണുണ്ടായിരുന്നു. കണ്ണ്, വായ്, വശങ്ങളിലെ ചിറകുകൾ, മേൽച്ചിറകുകൾ, ചെകിളമൂടി അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ചെകിളമൂടി. പിന്നെ കീഴ്ച്ചിറകുകൾ, ശൽക്കങ്ങൾ. ശൽക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെതുമ്പലുകൾ അല്ലെ. മീനിന്റെ ദേഹത്ത് ആ ഒരു വഴുവഴുപ്പ് കാണുന്ന ഭാഗമാണ് എന്ത്? ചെതുമ്പലുകൾ അല്ലെ. ഇനി നമുക്ക് നോക്കാം. മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് ശകുലങ്ങൾ ഉപയോഗിച്ചാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്ത്? ലോകത്തിലെ ഏറ്റവും വലിയ തവള വിഭാഗമാണ് ഗോലിയാത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗോലിയാത്ത് തവള? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തവള വിഭാഗമാണ് ഗോലിയാത്ത്. The world biggest frog family in Goliath. ഇനി ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന കാടാണ് ആമസോൺ മഴക്കാടുകൾ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന കാടാണ് ആമസോൺ കാടുകൾ. ഇനി നമ്മളിപ്പം മീനിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. മീനിനെ കുറിച്ച് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, ജലത്തിൽ സഞ്ചരിക്കാൻ സഹായകമായ എന്തൊക്കെ പ്രത്യേകതകളാണ് മത്സ്യത്തിനുള്ളത്? What are the physical structure of a fish that help to live in water? വെള്ളത്തില് മത്സ്യത്തിന് ജീവിക്കാനായിട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ്? നമ്മൾ മനുഷ്യരുടെ പ്രത്യേകത വെള്ളത്തിൽ നീന്തി നടക്കാൻ പറ്റുന്ന രീതിയിലാണോ? അല്ല, നമ്മൾ നടക്കുന്നവരാണ് അല്ലെ. മനുഷ്യർ എപ്പോഴും എങ്ങനെയാണ്? നടക്കുന്നവരാണ്. നടന്ന് നമ്മുടെ ഭൂമിയിലൊക്കെ സഞ്ചരിച്ച് സാധാരണ ലോകത്തിൽ ജീവിക്കുന്ന. നമുക്ക് ഫുൾ ടൈം അല്ലെങ്കിൽ കുറെ സമയം വെള്ളത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലെ. നമുക്ക് ബുദ്ധിമുട്ടാണ്. വെള്ളത്തിൽ കുറച്ച് നേരം നിൽക്കാനേ പറ്റുള്ളൂ. ഒരു മിനിറ്റിൽ കൂടുതലൊന്നും നമുക്ക് വെള്ളത്തിനടിയിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ പക്ഷെ മീനുകൾ എങ്ങനെയാണോ? മീനുകൾ എല്ലാ സമയവും എവിടെയാണ്? വെള്ളത്തിന്റെ അടിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതിനെ സഹായിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകളും വാലുകളും ഉണ്ട് അല്ലെ. The fins and tail of a fish help swimming in water. വെള്ളത്തില് നീന്തി നടക്കാൻ അല്ലെ അവയ്ക്ക് സഹായകമായ ചിറകുകളും വാലുകളും ഒക്കെ ഉണ്ട്. അത് വെള്ളത്തിൽ ഈസി ആയിട്ട് അനായാസമായിട്ട് അതിന് നടക്കാനായിട്ട് സാധിക്കുന്നു. ഇനി തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണുള്ളത് അല്ലെ. തോണിയുടേതുപോലെ, അതായത് നമ്മൾ ബോട്ടൊക്കെ കണ്ടില്ലേ, ബോട്ട് ഷേപ്പ്ഡ് അല്ലെ. ബോട്ട് ലൈക്ക് ഷേപ്പ്ഡ് body is a more suitable for
മൂവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ സുഗമമായിട്ട് സഞ്ചരിക്കാനായിട്ട് ആ ഒരു ബോട്ട് ഷേപ്പ്, നമ്മൾ ബോട്ട് കണ്ടിട്ടില്ലേ, എങ്ങനെയാണ് ബോട്ട്? അതിന് രണ്ടറ്റവും നന്നായിട്ട് ഇങ്ങനെ കൂർത്തായിരിക്കും ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലെയുള്ള ശരീരാകൃതിയാണ് ആർക്കുള്ളത്? മീനിന് ഉള്ളത്, മത്സ്യത്തിന് ഉള്ളത്. ഇനിയുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ അല്ലെ. നിരനിരയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശൽക്കങ്ങൾ മത്സ്യത്തെ ജലത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. The scales arranged in a row help the fish to move in the water. വെള്ളത്തില് സുഗമമായി അല്ലെങ്കിൽ ഈസി ആയിട്ട് സഞ്ചരിക്കാനായിട്ട് അവയുടെ ശൽക്കങ്ങൾ അല്ലെ, അവയുടെ ശൽക്കങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ ചെതുമ്പലുകൾ പോലെ കാണപ്പെടുന്ന ശൽക്കങ്ങൾ അവയെ വെള്ളത്തിൽ സുഗമമായി സഞ്ചരിക്കാൻ സഹായിക്കുന്നു. പിന്നെയോ മത്സ്യങ്ങൾക്ക് വെള്ളത്തിലെ വായു ശ്വസിക്കാൻ കഴിയും. ശരിയാണല്ലേ. നമ്മള് കൂടുതൽ സമയവും മത്സ്യങ്ങൾ എവിടെയാണ്? വെള്ളത്തിന്റെ അടിയിലാണ്, വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ ജീവിക്കണമെങ്കിൽ അതിന് ശ്വസനം വേണം അല്ലെ, ജീവിക്കാനായിട്ട് ശ്വസിക്കണം, ശ്വസിക്കാതെ പറ്റില്ല. അപ്പൊ വെള്ളത്തിനടിയിലാകുമ്പോൾ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് വായുവിനെ സ്വീകരിക്കാൻ മത്സ്യങ്ങൾക്ക് കഴിവുണ്ട്. The fish can breathe the air in water. ഇനി നമ്മള് മത്സ്യങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പൊ മത്സ്യങ്ങൾക്ക് ജലത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ അല്ലെ, വെള്ളത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ഫിഷ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി വെള്ളത്തിൽ ജീവിക്കാൻ, എന്നാൽ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ഒരുപാട് ജീവികളെ കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു പോയി അല്ലെ. ആരൊക്കെയാണ്? മുതല, പിന്നെ താറാവ്, പിന്നെ ഉണ്ടായിരുന്നല്ലോ ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലെ. മുതല, താറാവ്, അങ്ങനെ ഒരുപാട് ജീവികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അവയെ ഓരോന്ന്, തവളയെ കുറിച്ച് നോക്കാം. തവളയെ നമ്മൾ പറഞ്ഞു എന്താണ്? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് തവള അല്ലെ. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വീടിന് ചുറ്റിലുമൊക്കെ കാണുന്ന ഒരു സാധാരണ ഒരു ജീവിയാണ് തവള. എന്നാൽ തവളയ്ക്ക് കുറച്ച് സമയം വെള്ളത്തിലും ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ അവയെ സഹായിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. What are the physical structures that help a frog to live in land and water? തവളയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയ്ക്ക് കരയിലും ജലത്തിലും ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലുള്ള കാലുകളും വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നതുമായ നീളമുള്ള കാലുകൾ കരയിൽ ചാടി ചാടി സഞ്ചരിക്കാൻ തവളയെ സഹായിക്കും. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. നമുക്കറിയാം തവളകളുടെ കാലുകളുടെ പ്രത്യേകത എന്താണ്? തുഴ പോലുള്ള കാലുകളാണ് അല്ലെ. വെള്ളത്തിൽ നീന്താനും അതേപോലെ തന്നെ പുറത്തെ മണ്ണിലൂടെ ചാടി ചാടി സഞ്ചരിക്കാനും കഴിയുന്ന രീതിയിലുള്ള കാലുകളാണ് അവയ്ക്കുള്ളത്. അതുപോലെ അവയുടെ ദേഹം കണ്ടിട്ടില്ലേ? വഴുവഴുപ്പുള്ള, അതായത് വെള്ളത്തിലും കരയിലും അതിന് സുഗമമായി സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശരീരഭാഗമാണ് കിട്ടിയിരിക്കുന്നത്. The frog can be breathed through the skin while in water and it can breathe through the nostril while on land. വെള്ളത്തിൽ അത് ത്വക്കിലൂടെ ശ്വസിക്കുന്നുവെങ്കിൽ കരയിലത് നോസ്ട്രിലിലൂടെ ശ്വസിക്കുന്നു. The slippery body and paddle like to live helps to move in water. The limbs help it to hop on the land. ഇനി നമുക്ക് പഠിക്കാം അനുകൂലനം. എന്താണ് അനുകൂലനം? What is adaptation? എന്താണ് അനുകൂലനം? നമുക്കറിയാം ഒരു ജീവി അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെയാണ് അനുകൂലനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മീനിന്റെ കാര്യം പറഞ്ഞു, ഫിഷിന്റെ കാര്യം പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ തവളയുടെ കാര്യം പറഞ്ഞു. തവളയ്ക്ക് എന്താണ്? വെള്ളത്തിലും കരയിലും ജീവിക്കാനുള്ള പ്രത്യേകതകളുണ്ട് അല്ലെ. അതിന് ശാരീരികമായിട്ട് അതിന് വെള്ളത്തിലാവുമ്പോൾ വെള്ളത്തിലേതുപോലെ ജീവിക്കാനും കരയിലാവുമ്പോൾ കരയിലേതുപോലെ ജീവിക്കാനും കുറെ അധികം ശാരീരിക പ്രത്യേകതകൾ അവയ്ക്കുണ്ട്. അതുപോലെ തന്നെ മീനുകൾക്ക് എങ്ങനെയാണ്? വെള്ളത്തിൽ ജീവിക്കാൻ, വെള്ളത്തിൽ മാത്രമേ അത് ജീവിക്കൂ അല്ലെ. അപ്പൊ വെള്ളത്തിൽ ജീവിക്കാൻ അതിന് ചില ശാരീരികമായ പ്രത്യേകതകൾ ഉണ്ട്. വെള്ളത്തിലാവുമ്പോൾ അതിന് എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, ബോട്ട് ഷേപ്പ് ആണെന്നൊക്കെ പറഞ്ഞു, തോണിയുടേതുപോലുള്ള ആകൃതിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ജീവിക്ക് ലഭിക്കുന്ന അവയുടെ വാസസ്ഥലത്തിന് അനുയോജ്യമായ രീതിയിൽ അവയ്ക്കുണ്ടാകുന്ന ശാരീരിക പ്രത്യേകതകളെയാണ് നമ്മൾ അനുകൂലനം എന്ന് പറയുന്നത്. An organism has
certain peculiarities to help it to live in its dwelling place. This is called adaptation. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെയാണ് അനുകൂലനം എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എന്റെ ഒപ്പം പറഞ്ഞു പോകുക കേട്ടോ. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെയാണ് അനുകൂലനം എന്ന് പറയുന്നത്. An organism has certain peculiarities to help it to live in its dwelling place. This is called adaptation. ഇനി അനുകൂലനം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. മത്സ്യത്തിന്റെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മത്സ്യത്തിന്റെ അനുകൂലനങ്ങൾ. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് എ ഫിഷ്? തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി അല്ലെ, ബോട്ട് ഷേപ്പിലാണ്. നമുക്ക് പറഞ്ഞു അല്ലെ, അതിന്റെ ശരീരം എങ്ങനെയാണ്? ബോട്ട് ഷേപ്പ് ബോഡിയാണ് അല്ലെ. ഒരു തോണിയുടേതുപോലെയുള്ള ബോട്ട് ഷേപ്പ് ആയിട്ടുള്ള ആകൃതിയിലുള്ളതാണ് മീനിന്റെ ശരീരഭാഗം. അത് അതിന്റെ ഒരു അനുകൂലനമാണ്. തോണിയുടേതുപോലെയായ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി. The boat-like shape with both end pointed enables the fish to move through water. ഇനി അടുത്തത് എന്താണ്? അടുത്ത പ്രത്യേകത എന്താന്ന് നോക്കാം നമുക്ക്. ശകുലങ്ങൾ. നമ്മൾ പറഞ്ഞു അല്ലേ, ചെകിളപ്പൂക്കൾ. മീനുകൾക്ക് ശ്വസിക്കാൻ എന്താണ്? മീനുകൾ ശ്വസിക്കുന്നത് ചെകിളപ്പൂക്കളിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ശകുലങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു. ശകുലങ്ങൾ അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു. The gills help the fish to breathe the air present in water. വെള്ളത്തിൽ ശ്വസിക്കുമ്പോൾ അവ ഉപയോഗിക്കുന്ന ഓർഗൻ ഏതാണ്? ഗിൽസ് ആണ്. ചെകിളപ്പൂക്കൾ ഉപയോഗിച്ചാണ് അവ ശ്വസിക്കുന്നത്. ഇനിയുണ്ട്, വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. വെള്ളത്തില് തെന്നി നീങ്ങാൻ, അതായത് വെള്ളത്തിലൂടെ നിങ്ങൾ കണ്ടിട്ടില്ലേ, മീനുകളെയൊക്കെ അക്വേറിയത്തിലൊക്കെ നമ്മൾ നിരീക്ഷിക്കാറുണ്ട് അല്ലെ. മീനുകൾ ഇങ്ങനെ നീന്തി പോകുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. വഴുവഴുപ്പുള്ള ശരീരം, വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരമാണ്. The slimy body helps to move easily in water. വെള്ളത്തിലൂടെ തെന്നി നീങ്ങാൻ സഹായിക്കുന്നു. ഇനി the fins help to swim in water. The tail fins help to turn sharply when moved in water. ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, മീനിന്റെ പാർട്സ് പഠിച്ചപ്പോ മുകളില് ചിറകുകൾ ഉണ്ടായിരുന്നു അല്ലെ. കീഴ്ച്ചിറകുകളും മേൽച്ചിറകുകളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വാലുകളും ഉണ്ടായിരുന്നു. ഈ വാലുകള് അതിന്റെ ഡയറക്ഷൻ തിരിയാനായിട്ട് മീനുകളെ സഹായിക്കുന്നു. ഇപ്പൊ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മീന് ഡയറക്ഷൻ തിരിഞ്ഞു പോകണമെങ്കിൽ അതിന് എന്താണ് സഹായിക്കുന്നത്? അതിന്റെ വാലാണ് അതിനെ ഡയറക്ഷൻ തിരിയാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് മീനിന്റെ അനുകൂലനങ്ങളായിട്ട് നമ്മൾ പഠിച്ചത്. മീനിന്റെ അനുകൂലനങ്ങളായിട്ട് പഠിച്ചത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു പോകാം. മത്സ്യത്തിന്റെ അനുകൂലനങ്ങൾ എന്തൊക്കെയായിരുന്നു? തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി. The boat shape with both end pointed enables the fish to move through water. ശകുലങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു അല്ലെ. The gills help the fish to breathe the air present in water. പിന്നെ എന്തായിരുന്നു? വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരം. The slimy body helps to move easily in water. The fins help to swim in water. The tail fins help to turn sharply when moved in water. ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, വെള്ളത്തില് മീനുകൾ മാത്രമാണോ ഉള്ളത്? അല്ല. തവളകൾ മാത്രമാണോ ഉള്ളത്? അതുമല്ല അല്ലെ. വേറെ ജീവജാലങ്ങളുണ്ട് അല്ലെ. ജീവനുള്ളവയുമുണ്ട്, ജീവനില്ലാത്തവയുമുണ്ട്. ബയോട്ടിക് ഫാക്ടറുമുണ്ട്, അബയോട്ടിക് ഫാക്ടറുമുണ്ട്. അപ്പൊ നമുക്ക് ജീവനുള്ളവ തന്നെയാണ് ആമ്പൽ, താമര. ഇവയൊക്കെ വെള്ളത്തിലല്ലേ ജീവിക്കുന്നത്? വെള്ളത്തിൽ ജീവിക്കുന്ന അക്വാട്ടിക് പ്ലാന്റ്സുകളാണ്. ഇവയ്ക്ക് പറയുന്ന പേരാണ്
അക്വാട്ടിക് പ്ലാന്റ്സ് അല്ലെ. അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ ജീവിക്കുന്ന സസ്യങ്ങളെയാണ് അക്വാട്ടിക് പ്ലാന്റ്സ്. ഇനി അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ആമ്പലും താമരയും മാത്രമാണോ? അല്ല, പായലുകളുണ്ട് അല്ലെ. കുളവാഴയുണ്ട്, പായലുകളുണ്ട്, അങ്ങനെ അസോളയുണ്ട്, അതുപോലെ ഒരുപാട് സസ്യങ്ങൾ, നമ്മൾ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആമ്പൽ, താമര തുടങ്ങിയ സസ്യങ്ങൾക്ക് ജലത്തിൽ വസിക്കുന്നതിന് എന്തെല്ലാം അനുകൂലനങ്ങളാണ് ഉള്ളത് എന്ന് നോക്കാം. The lotus and water lily are aquatic plants. Let us examine their adaptation to live in water. നമുക്കറിയാം, നമ്മുടെ സാധാരണ റോസയോ മുല്ലയോ തുളസിയോ ഒക്കെ നമ്മുടെ വീട്ടുമുറ്റത്താണല്ലേ വളരുന്നത്. എന്നാൽ അവ വെള്ളത്തിൽ കൊണ്ടുപോയി വെച്ചാൽ, 2 ദിവസം വെള്ളത്തിലേക്ക് വെച്ചാലുള്ള അവസ്ഥ എന്താണ്? കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പോകാൻ സാധ്യതയല്ല, അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ചീഞ്ഞു പോവുക തന്നെ ചെയ്യും അല്ലെ. എന്തുകൊണ്ടാണ് തുളസിയും മറ്റു ചെടികളും ഒക്കെ 24 അല്ലെങ്കിൽ ഫുൾ ടൈം വെള്ളത്തിൽ ജീവിക്കാൻ സാധിക്കാത്തത്? അവയ്ക്ക് അതിനുള്ള അനുകൂലനങ്ങളൊന്നും തന്നെ ഇല്ല അല്ലെ. പക്ഷെ നമ്മുടെ താമരയും ആമ്പലും ഒക്കെ ആണെങ്കിലോ, അവ എപ്പോഴും എവിടെയാണ്? വെള്ളത്തിലാണ് ജീവിക്കുന്നത് അല്ലെ. അവർ സാധാരണ സസ്യങ്ങളെ പോലെ പൂക്കൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ വെള്ളത്തിൽ കിടന്നിട്ടും ചീഞ്ഞു പോകുന്നില്ല. They do not decay through they are in water all the times. എപ്പോഴും അത് വെള്ളത്തിൽ തന്നെ ആണെങ്കിലും അതിന് ചീഞ്ഞൊന്നും പോകുന്നില്ല. വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ഇലകൾ പൊങ്ങിക്കിടക്കുന്നു. നമുക്ക് കാണാല്ലേ, ആമ്പലിന്റെ താമരയുടെ ഒക്കെ ഇലകൾ എങ്ങനെയാണ്? വെള്ളത്തിനടിയിലാണോ? അല്ല, വെള്ളത്തിന് മുകളിലാണ് അല്ലെ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ആ തണ്ട് മാത്രമാണ് നീണ്ടു നിന്നിട്ട് ഇല ഇങ്ങനെ മുകളിലായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇല ജലത്തിൽ മുട്ടുന്നില്ല. ആ തണ്ട് മാത്രമാണ്, തണ്ടും അതിന്റെ വേരുകളും മാത്രമാണ് വെള്ളത്തിന്റെ അടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയർന്നാലും ഇലകൾ ജലോപരിതലത്തിൽ നിന്ന് ഉയർന്നു നിൽക്കും. വെള്ളവുമായിട്ടുള്ള സമ്പർക്കം കുറവായിരിക്കും, അതിലൊട്ട് മുട്ടുകയേ ഇല്ല. The leaves float on water surface. The leaf stalk is long enough to make the leaves float on the surface even if the water level increases. വെള്ളത്തിന്റെ നില ഉയർന്നാലും ഇലകൾ ചീയുകയോ ഒന്നുമില്ല. കാരണം തണ്ടിന് എന്താണ്? നല്ല നീളമാണ്. ഇനി ആ തണ്ടുകൾക്കുള്ളിലും, തണ്ടുകൾ വെള്ളത്തിനുള്ളിലാണെങ്കിലും തണ്ടുകളും ചീയുന്നില്ല അല്ലെ. അതിനുള്ള കാരണം എന്താണ്? തണ്ടിന് നിറയെ എന്താണ്? എയർ ഹോൾസ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഈ ആമ്പലിന്റെ ഒക്കെ തണ്ടുകൾ ഒടിക്കുമ്പോൾ നമുക്ക് കാണാം അതിന്റെ ഉള്ളിൽ നിറയെ ഇങ്ങനെ വായു, എയർ ഹോൾസ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇലകൾ, തണ്ടുകൾ ഇങ്ങനെ ഒടിച്ച് നോക്കുമ്പോഴത്തേക്കും അതിന്റെ ഉള്ളിൽ നിറച്ചിങ്ങനെ വായു അറകൾ പോലെ നമുക്ക് കാണാൻ സാധിക്കും. തണ്ടുകൾ അപ്പൊ നോക്കാം നമുക്ക്. എയർ ചേമ്പേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ ലീവ്സ് ആൻഡ് സ്റ്റെം ഓഫ് ലോട്ടസ് ആൻഡ് വാട്ടർ ലില്ലി. താമര, ആമ്പൽ തുടങ്ങിയവയുടെ തണ്ടുകളിലും ഇലകളിലും വായു അറകളുണ്ട്. ഇനി ജലസസ്യങ്ങളുടെ പൂക്കൾ വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നു. The flowers remain erect above the water level. നമുക്ക് നോക്കാം എന്താണ് ഈ ആമ്പലിന്റെയും താമരയുടെയൊക്കെ ഇലയില് ഒരു വഴുവഴുപ്പ്, അതായത് ഒരു മെഴുകു പോലെയുള്ള ആവരണമുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചേമ്പിലയിലും ഉണ്ട് അതേ ഒരു പ്രത്യേകത. ഒരു വാക്സ് കവേർഡ് ആണ്. അതിൽ മഴത്തുള്ളികളൊക്കെ വീഴുമ്പോൾ തെറിച്ചു പോകും, അതിൽ നിൽക്കില്ല. അതതിന്റെ ഒരു പ്രധാന അനുകൂലനമാണ്. ആ വെള്ളം അതിൽ നിൽക്കാത്തത് കൊണ്ട് ഇലകളൊന്നും ചീഞ്ഞു പോവില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. വാക്സ് കവേർഡ് ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. എയർ ചേമ്പേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ ലീവ്സ് ആൻഡ് സ്റ്റെംസ് ഓഫ് എ ലോട്ടസ് ആൻഡ് വാട്ടർ ലില്ലി. ജലസസ്യങ്ങളുടെ പൂക്കൾ വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നു. The flowers remain erect above the water level. വെള്ളത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെടികളുടെ ഇലകളൊന്നും, അല്ലെങ്കിൽ ചെടികൾക്ക് വെള്ളത്തിലായതുകൊണ്ടും ചീഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. അത് അതിന്റെ ഒരു അനുകൂലനമാണ്. വെള്ളത്തിൽ വളരുന്ന അക്വാട്ടിക് പ്ലാന്റ്സുകളുടെ അനുകൂലനമാണ്. ഇനി ജലസസ്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു.
തവളയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മീനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി മീനും തവളയും അല്ലാതെ വേറെയും ഉണ്ടല്ലോ ജലത്തിൽ ജീവിക്കുന്ന ജീവികൾ. അതിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ആമ അല്ലെ. ആമ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആമയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ സാധിക്കും. ഇനി എന്താണ് ആമയുടെ അഡാപ്റ്റേഷൻസ്, അനുകൂലനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. Which are the adaptations that help tortoise to move in water and on land? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ ആമയ്ക്ക് എന്തൊക്കെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്തൊക്കെ അനുകൂലനങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. വഴുവഴുപ്പുള്ള ശരീരം, സ്ലൈമി ബോഡി. നമുക്കറിയാം ആമയുടെ ദേഹത്തിന് പുറത്തൊരു പുറംചട്ട ഉണ്ടെന്ന് അറിയാം അല്ലെ. ആ പുറംചട്ട പക്ഷേ വെള്ളത്തിനേക്കാളും അതിന് കരയിലാണ് അവയെ സഹായിക്കുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആ പുറംചട്ട ഉപയോഗിക്കുന്നത്. ശത്രുക്കൾ വരുമ്പോൾ അവ എന്ത് ചെയ്യും? അതിന്റെ കാലുകളും തലയും ഒക്കെ ആ പുറന്തോടിനുള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് അല്ലെ. നമ്മൾ കഥകളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, ആമകൾ അങ്ങനെ ചെയ്ത് രക്ഷപ്പെടുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. പക്ഷേ വെള്ളത്തിലായിരിക്കുമ്പോൾ അതിന്റെ വഴുവഴുപ്പുള്ള ശരീരം, അതിലുള്ള ആ പുറംചട്ടയിലുള്ള ആളുടെ ശരീരത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? വഴുവഴുപ്പുള്ള ശരീരമാണ്, സ്ലൈമി ബോഡിയാണ്. പിന്നെ ആമകളുടെ കാലുകൾ കണ്ടിട്ടില്ലേ, കുഞ്ഞു കാലുകളാണ്. പക്ഷെ ആ കുഞ്ഞു കാലുകളുടെ പ്രത്യേകത എന്താ? തുഴ പോലെയുള്ള കാലുകളാണ്. അതായത് വെള്ളത്തിൽ അതിന് നീന്തി നീന്തി നടക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള കാലുകളാണ്. ഇനി അതുപോലെ തന്നെ അതിന് നോസ്ട്രിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാം? വെള്ളത്തിലും കരയിലും ശ്വസിക്കാനായിട്ട് അവയെ സഹായിക്കുന്നു. അപ്പൊ വെള്ളത്തിലും കരയിലും ശ്വസിക്കാൻ കഴിയുന്ന അവയവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ സാധിക്കും. ഇനി കരയിൽ നടക്കുന്നതിന് അനുയോജ്യമായ കാലുകളുണ്ട്. നമ്മൾ പറഞ്ഞില്ല, അതിന്റെ കാലുകൾ തുഴ പോലെയുള്ളതാണെങ്കിലും അത് വെള്ളത്തിൽ നീന്താൻ ഉപയോഗിക്കുന്നു. തറയിലൂടെ നിരങ്ങി നീങ്ങാനായിട്ട് അല്ലെ, ആമകൾ വളരെ പതുക്കെയാണ്, വളരെ സാവധാനത്തിലാണ് നടന്നു പോകുന്നത്. അപ്പോൾ ആ പതുക്കെ നിരങ്ങി നീങ്ങുന്നതിന് സഹായിക്കുന്നു. The legs help them to move on land as well as under water. വെള്ളത്തിലൂടെ നീന്തുന്നതിനും കരയിലൂടെ സഞ്ചരിക്കുന്നതിനും സഹായിക്കുന്നു. ഇപ്പൊ നമ്മൾ കുറെ ജീവികളെ കുറിച്ച് പറഞ്ഞു അല്ലെ. കരയിൽ ജീവിക്കാൻ പ്രധാനമായിട്ട് നമ്മൾ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾ. ഇപ്പൊ നമുക്ക് കുറച്ചൊരു ഐഡിയാസ് ഒക്കെ കിട്ടി. ആരൊക്കെയാണ് കരയിൽ ജീവിക്കുന്നവര്, ആരൊക്കെയാണ് വെള്ളത്തിൽ ജീവിക്കുന്നത്, ആരൊക്കെയാണ് കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി വെള്ളത്തിലും കരയിലും ജീവിക്കാൻ സാധിക്കുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. ആമയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ടോർട്ടോയിസ് അല്ലെ, ആമ. പിന്നെ തവളയ്ക്ക് എന്താ പറയുന്നത്? ഫ്രോഗ്. നമ്മൾ ഏറ്റവും വലിയ തവള ഏതാന്ന് പറഞ്ഞായിരുന്നല്ലോ. ഏതാണ് ഏറ്റവും വലിയ തവള? ഗോലിയാത്ത് അല്ലെ. ഏറ്റവും വലിയ തവള ഏതാണ്? ഗോലിയാത്ത്. പിന്നെയോ നീർക്കോലിക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? വാട്ടർ സ്നേക്ക്. എന്താ പറയുന്നത്? വാട്ടർ സ്നേക്ക്. ഇനി അടുത്ത എന്താണ്? താറാവ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, എല്ലാവർക്കും അറിയാം, ഡക്ക്. ഇനി കുളക്കോഴി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ഫൗൾ. എന്താണ്? വാട്ടർ ഫൗൾ. അടുത്ത എന്താണ്? മുതല അല്ലെ. മുതല എന്താണ്? ക്രൊക്കഡൈൽ. അപ്പൊ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികൾ ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആമ, ടോർട്ടോയിസ്, തവള, ഫ്രോഗ്, നീർക്കോലി, വാട്ടർ സ്നേക്ക്, താറാവ്, ഡക്ക്, കുളക്കോഴി, വാട്ടർ ഫൗൾ, മുതല, ക്രൊക്കഡൈൽ. ഇനി കൂട്ടുകാർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന, ഇപ്പൊ നമ്മൾ പഠിച്ചതിൽ നിന്ന് സ്വയം ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, ഒരു 5 ചോദ്യങ്ങളാണ്. വളരെ എളുപ്പമാണ്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക്, LSSന്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പെട്ടെന്ന് നമുക്കൊന്ന് അതിലേക്ക് കടക്കാം. Circle the odd one and given reason for your answer. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? അതായത് ഇതിൽ നിന്ന് ഒരെണ്ണം മാത്രം വ്യത്യസ്തമാണ്. ഈ ചോദ്യം സർവ്വസാധാരണമായി ചോദിക്കാറുള്ളതാണ് കേട്ടോ. നമുക്ക് നോക്കാം. മുതല, ആമ, തവള, മീൻ. അതിന് ഇംഗ്ലീഷിലും തന്നിട്ടുണ്ട് കേട്ടോ. അതിന് മലയാളത്തിലും തന്നിട്ടുണ്ട്, ഇംഗ്ലീഷിലും തന്നിട്ടുണ്ട്. ക്രൊക്കഡൈൽ, ടോർട്ടോയിസ്,
ഫ്രോഗ്, ഫിഷ്. ഇതിലേതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? ഒന്ന് പറയാമോ? കൂട്ടുകാർക്ക് തനിയൊന്ന് ആലോചിച്ച് പറയാമോ? അതെല്ലേ, മീനാണ്. വളരെ ശരിയാണ്, മീനാണ്. എന്തുകൊണ്ടാണ്? ബാക്കിയെല്ലാം തന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളാണ് അല്ലെ. എന്നാൽ മീൻ മാത്രം എന്താണ്? വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. വെരി ഗുഡ്, വളരെ കറക്റ്റ് ആണ്. മീനാണ് ശരിയായ ഉത്തരം. ഇനി അടുത്തത് നോക്കാം. പട്ടി, പൂച്ച, തത്ത, എലി. ഇതിലേതാന്ന് പറയാമോ? വെരി ഗുഡ്, തത്തയാണ് അല്ലെ. തത്തയാണ്. ബാക്കിയെല്ലാം എന്താണ്? മൃഗങ്ങളാണ് അല്ലെ. ബാക്കിയുള്ളവയെല്ലാം മൃഗങ്ങളാണ്. തത്ത മാത്രം എന്താണ്? പക്ഷികളുടെ വിഭാഗത്തിൽ പെടുന്നവരാണ് അല്ലെ. ബേർഡ്സ് ആണ്. ഡോഗ്, ക്യാറ്റ്, പാരറ്റ്, റാറ്റ്. ഇതിൽ ഓർഡർ 1 ആയിട്ട് വരുന്നത് പാരറ്റ് ആണ് അല്ലെ. പാരറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തത്ത. അവ ബേർഡ് ആണ് അല്ലെ, പക്ഷികളാണ്. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കാം. താമര, മുല്ല, ചെമ്പകം, റോസ അല്ലെ. താമര, മുല്ല, ചെമ്പകം, റോസ. ലോട്ടസ്, ജാസ്മിൻ, ചെമ്പക, റോസ്. ഇതിലേതാണ് ഒറ്റപ്പെട്ടത്? വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. നമ്മളിപ്പോ അക്വാട്ടിക് പ്ലാന്റ്സ് പഠിച്ചതാണ് അല്ലെ. അക്വാട്ടിക് പ്ലാന്റ്സിൽ പെടുന്നതാണ് ലോട്ടസ്. കരയിൽ വെള്ളത്തിൽ ജീവിക്കുന്ന സസ്യമാണ്, ചെടിയാണ് ലോട്ടസ്. ബാക്കിയെല്ലാം കരയിലാണ് അല്ലെ. നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്ന ചെടികളാണ് ഇവ. ഇനി അടുത്ത നോക്കിക്കേ. പാറ, ചെടി, മണൽ, വെള്ളം അല്ലെ. ഇതിലേതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? പറയാമോ? ശരിയാണ്, ചെടിയാണ് അല്ലെ. എന്തുകൊണ്ടാണ്? ചെടി അല്ലെങ്കിൽ പ്ലാന്റ് ഒരു ലിവിങ് തിങ്സ് ആണ്, അല്ലെങ്കിൽ ലിവിങ് ബീയിങ്സ് ആണ്. ജീവനുള്ളവയാണ് പ്ലാന്റ്. നമ്മുടെ റോക്ക്, സാൻഡ് വാട്ടർ ഒക്കെ എന്താണ്? ജീവനില്ലാത്തവയാണ്, നോൺ ലിവിങ് തിങ്സ്. നമ്മൾ അതിന്റെ ടേം EVS ഒരു ടേം പറഞ്ഞായിരുന്നല്ലോ. എന്തായിരുന്നു? ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടർ. ഇതിൽ ബയോട്ടിക് ഫാക്ടർ ആണ് പ്ലാന്റ്. ബാക്കിയെല്ലാം എന്താണ്? അബയോട്ടിക് ഫാക്ടർ ആണ്. ഇനി നോക്കാം. കാക്ക, പരുന്ത്, താറാവ്, പ്രാവ്. ഏതൊക്കെയാണ്? ക്രോ, ഈഗിൾ, ഡക്ക്, ഡോഗ്. ഇതിലേതാണ് ഒറ്റപ്പെട്ടത്? ഡക്ക് ആണ് അല്ലെ. ഡക്ക് എന്താണ്? വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ്. എന്നാൽ നമ്മുടെ കാക്കയും പരുന്തും പ്രാവും ഒക്കെ എങ്ങനെയാണ്? കരയിൽ മാത്രമേ അവയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? വെരി ഗുഡ്, താറാവാണ്. അപ്പൊ ഈ ഉത്തരം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു അല്ലെ. മിടുക്കന്മാരാണ് എല്ലാവരും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഭാഗം ഇതായിരുന്നു. ഫിഷ് ആയിരുന്നു അല്ലെ. ഫിഷിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്. ഫിഷിന്റെ അനുകൂലനങ്ങൾ പഠിച്ചു, പാർട്സ് ഓഫ് എ ഫിഷ് പഠിച്ചു. പിന്നെ എന്തായിരുന്നു? എന്താണ് എക്കോസിസ്റ്റം എന്ന് പഠിച്ചു. പിന്നെയോ വെള്ളത്തിലും കരയിലും ജീവിക്കാനായിട്ട് നമ്മുടെ ക്രൊക്കഡൈലിനും പിന്നെ ആരായിരുന്നു? തവളയ്ക്കും വാട്ടർ പ്ലാന്റ്സുകൾക്കും ഒക്കെ എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ നോട്ട്സ് ഒക്കെ എഴുതിയിരിക്കുന്നത്. വായിച്ച് മനസ്സിലാക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.